ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേ തുറന്നു. ഡൽഹിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ റൺവേയുടെ പുറത്ത് 5 മീറ്റർ അകലെയാണ് പതിച്ചത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ പ്രശ്നങ്ങളില്ല, മറ്റു വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട സാഹചര്യം ഇല്ല എന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ. ധന്യ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പഴയ നിലയിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂറോളം റൺവേ അടച്ചിടുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അതിനു മുന്നായിട്ട് തന്നെ അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വിമാനം ഇറങ്ങാനുള്ള ഒരു സംവിധാനങ്ങളിലേക്കെല്ലാം മാറി. നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്താരാഷ്ട്ര റൺവേ ലൈനിൽ നിന്നും മാറിയായിരുന്നു ഹെലികോപ്റ്റർ തകർന്നു വീണത്. അതുകൊണ്ട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് മാറ്റുവാനും മറ്റു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും എല്ലാം തന്നെ സാധിച്ചിരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:00 കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവര് പതിവ് പരിശീലന പറക്കലിന്റെ ഭാഗമായിട്ട് ഹാങ്കറിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് പറന്നുയരുകയും ചെയ്യുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപം തകർന്നു വീണത്. അത് യന്ത്ര തകരാറാണ് എന്നാണ് ഇതിൽ പ്രാഥമികമായ ഒരു നിഗമനമുള്ളത്. ഏതാണ്ട് 1 വർഷം മുൻപാണ് ഈ ഹെലികോപ്റ്റർ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമാകുന്നത്. 1 വർഷം മുൻപാണ്. അതുകൊണ്ട് തന്നെ പഴക്കമില്ലാത്തതാണ്. യന്ത്ര തകരാർ എങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അധികൃതരും വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. 3 പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു, പരിശീലന പറക്കലിനായി ഉണ്ടായിരുന്നു. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഇവർക്ക് ഉള്ളത്. ഒരാളെ മാത്രമാണ് ഇപ്പോൾ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്താവളം താൽക്കാലികമായി അടച്ചതിനെ തുടർന്ന് ഒരു അന്താരാഷ്ട്ര സർവീസിലുള്ള ഒരു വിമാനം മാത്രമേ, ഒമാൻ എയർവേസിന്റെ മസ്കറ്റ് കൊച്ചി വിമാനം മാത്രമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് സിയാൽ അധികൃതർ അറിയിക്കുന്നത്. മറ്റു വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടത് എല്ലാം തന്നെയും നെടുമ്പാശ്ശേരി സജ്ജമാവുന്നതോടെ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് റൺവേയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്താവളം സാധാരണഗതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് അപകടത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ഒരു ഹെലികോപ്റ്റർ പരിശീലനത്തിനൊക്കെ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രാഥമികമായ പരിശോധനകളടക്കം പൂർത്തിയാക്കിയാണ് അത് പറക്കലിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതടക്കമുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് നെടുമ്പാശ്ശേരിയും പരിസര പ്രദേശങ്ങളും രക്ഷപ്പെട്ടത്. അത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മറ്റ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നിടത്തേക്കോ പതിച്ചിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് മാറുമായിരുന്നു. എന്തായാലും അതൊന്നും ഇല്ലാതെ തന്നെ ഒരു അപകടം ഉണ്ടായി എന്ന് ഒഴിച്ചാൽ വലിയ രീതിയിലേക്ക് മറ്റു കാഷ്വാലിറ്റിയിലേക്കൊന്നും എത്തിയില്ല. തുടർന്ന് ഹെലികോപ്റ്റർ പതിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ വിമാനത്താവളത്തിലെ മറ്റു സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുവാനും പിന്നീട് അവിടെ നിന്ന് നീക്കം ചെയ്യുവാനും ഹെലികോപ്റ്റർ നീക്കം ചെയ്യാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. നന്ദി.